ജീവിതം ജീവിക്കുകയല്ല, റിയാക്ട് ചെയ്യുകയാണ്. നോട്ടിഫിക്കേഷൻസ് അവരുടെ ഫോക്കസിനെ തീരുമാനിക്കുന്നു. ഇമോഷൻസ് അവരുടെ ആക്ഷനെ ഡിസൈഡ് ചെയ്യുന്നു. ഫിയർ അവരുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നു. പക്ഷെ നീ നിന്റെ മൈൻഡിന്റെ സിഇഒ ആകുന്നത് വഴി ഹോൾ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേൽക്കും, ഫോൺ ചെക്ക് ചെയ്യും, ഒന്നും തിങ്ക് ചെയ്യാതെ സ്ക്രോൾ ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിപ്ലൈ ചെയ്യും. ദിവസത്തിലെ ഓരോ നിമിഷവും റഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇമോഷണലി റിയാക്ട് ചെയ്യുന്നു, ഫീൽ ഓവർവെൽം, ടയേർഡായി ഉറങ്ങുന്നു, അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. ഒരു ദിവസം നീ നിന്നോട് തന്നെ ചോദിക്കും, നീ നിന്റെ ലൈഫ് ആക്ച്വലി ജീവിക്കുകയാണോ അതോ ചുറ്റുമുള്ള എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുക മാത്രമാണോ? നീ നിന്റെ ലൈഫിലെ എല്ലാ ഡെസിഷൻസും കോൺഷ്യസ്ലി ആണോ എടുക്കുന്നത്? ന്യൂറോ സയൻസ് ഷോക്കിംഗ് ആയ ഒരു കാര്യം പറയുന്നു. ബ്രെയിൻ ഓട്ടോ പൈലറ്റിനെ ഇഷ്ടപ്പെടും, കാരണം കോൺഷ്യസ് തിങ്കിങ് എനർജി കൺസ്യൂം ചെയ്യും. അതിനാൽ ബ്രെയിൻ പാറ്റേൺസ്, ഹാബിറ്റ്സ്, ഇമോഷണൽ ഷോർട്ട് കട്ട്സ് എന്നിവ ഉണ്ടാക്കുന്നു. അതിനാലാണ് നമ്മൾ തീരുമാനിക്കാതെ തന്നെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആകുന്നത്, നോ പറയേണ്ട പല സിറ്റുവേഷൻസിലും യെസ് പറയുന്നത്, നിന്നെ ട്രെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്പ്, ജോബ് ഓർ റുട്ടീനിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നു. ഇതിനു കാരണം നീ ലേസി ആയതുകൊണ്ടല്ല, ബ്രെയിൻ അൺസർട്ടനിറ്റിക്ക് പകരം ഫെമിലിയർ പാറ്റേൺസ് ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിനെതിരെ ഒരിക്കലും കൺട്രോൾ എടുക്കുന്നില്ല എങ്കിൽ ഇമോഷൻസ്, ഫിയർ, ഡിസ്ട്രാക്ഷൻ ആൻഡ് എൻവയോൺമെന്റ് എന്നിവ നിന്റെ ലൈഫ് ഡിസൈഡ് ചെയ്യും. സോ നമുക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കാം. നിന്റെ ലൈഫ് എന്ന കമ്പനിയിൽ നീ സിഇഒ ആണോ അതോ ഒരു മിയർ എംപ്ലോയി മാത്രമാണോ? ഇന്ന് നമ്മുടെ ഇന്റേണൽ കമ്പനി നമുക്ക് റീബിൽഡ് ചെയ്യാം ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്. ഓട്ടോ പൈലറ്റ് വേഴ്സസ് കോൺഷ്യസ്നെസ്. രണ്ട് തോണി കൺസിഡർ ചെയ്യാം. അതിൽ ആദ്യത്തെ തോണിയിലെ ആൾ ഉറങ്ങുകയാണ്. എവിടെയോ ആ ഒഴുക്ക് അയാളെ കൊണ്ടുപോകുന്നു. അയാൾ ആ വഴിയെ സഞ്ചരിക്കും. എന്നാൽ അടുത്ത തോണിയിലെ ഡ്രൈവർ അലേർട്ട് ആയിരുന്നു, കോൺഷ്യസ്ലി ഓരോ ഡയറക്ഷനും ചൂസ് ചെയ്യുന്നു ആൻഡ് കെയർഫുള്ളി തുഴയുന്നു. നിങ്ങളിതിൽ ഏത് ഡ്രൈവറാണ്? ബ്രെയിൻ കോൺസ്റ്റന്റ്ലി എനർജി സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അതിനാൽ തന്നെ ഹാബിറ്റ്സ് എന്നത് ഓട്ടോമാറ്റിക്കായി തോന്നുന്നു. ന്യൂറോ സയൻസ് ഇതിനെ പ്രിഡിക്റ്റീവ് പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. അതായത് നീ കോൺഷ്യസ്ലി ഡിസൈഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നീ എന്ത് ഡിസൈഡ് ചെയ്യുമെന്ന് ബ്രെയിൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നു. മീൻസ് യുവർ എൻവയോൺമെന്റ് ഷേപ്സ് യുവർ ബിഹേവിയർ മോർ ദാൻ മോട്ടിവേഷൻ. നിന്റെ റൂം ഡിസ്ട്രാക്റ്റിംഗ് ആണെങ്കിൽ നിന്റെ ബ്രെയിനും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. നിന്റെ ഫോൺ എന്നും നിന്റെ കയ്യിലാണെങ്കിൽ അറ്റൻഷൻ പല വഴിയിലാകും. നിന്റെ ചുറ്റും കയോസ് ആണെങ്കിൽ നെർവസ് സിസ്റ്റം എന്നും റിയാക്റ്റീവ് ആകും. അതിനാൽ ഡിസിപ്ലിനിൽ റിലേ ചെയ്യാതെ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം, കാരണം അത് ഡിസിഷൻ പറ്റി കുറയ്ക്കും. അതായത് ഒരു പൈലറ്റ് ഓരോ ടൈനി മൂമെന്റ്സും മാനുവലി കൺട്രോൾ ചെയ്യാതെ ദി ബിൽഡ് റിലയബിൾ സിസ്റ്റം. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. ഇമോഷണൽ ഇന്റലിജൻസ്. ഒരു ലോങ് സ്ട്രെസ്ഫുൾ ഡേക്ക് ശേഷം ഒരാൾ വീട്ടിൽ വരുന്നു. വീട്ടിൽ കയറുന്ന മൊമെന്റിൽ തന്നെ അയാളുടെ കുട്ടി ഹ്യൂജ് സ്മൈലുമായി താൻ വരച്ച ഡ്രോയിങ് കാണിക്കാൻ നിൽക്കുകയാണ്. അച്ഛാ, ഞാൻ അച്ഛന് വേണ്ടി വരച്ചതാണ് എന്നവൾ പറയുന്നു. പക്ഷെ അയാളുടെ മൈൻഡ് ഓൾറെഡി ഓവർലോഡഡ് ആണ്. വർക്ക് പ്രഷർ, ഡെഡ് ലൈൻ, ട്രാഫിക്, സ്ട്രെസ് അതൊന്നും നോക്കുക പോലും ചെയ്യാതെ അയാൾ പറയുന്നു, ഞാൻ ടയേർഡാണ്, രാവിലെ നോക്കാം. അവളുടെ സ്മൈൽ ഇൻസ്റ്റന്റ്ലി പോകുന്നു. സങ്കടത്തോടെ അവൾ റൂമിലേക്ക് തിരിച്ചു പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ അച്ഛനെ ഗിൽറ്റി ഫീൽ ചെയ്തു. ബട്ട് ലോജിക്കലി ബ്രെയിന് വേണമെങ്കിൽ നീ ടയേർഡ് ആയിരുന്നു, ഇത് സ്ട്രെസ്ഫുൾ ഡേ ആയിരുന്നു, ഓർ ഇത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാം. പക്ഷെ അയാളുടെ ഇമോഷണൽ ഫീലിങ്സ് ഒരു ഡീപ്പ് ട്രൂത്ത് പറഞ്ഞു, ദിസ് മൊമെന്റ് മാറ്റേഴ്സ്. ഇത് ഇമോഷന്റെ പവറാണ്, അത് ഫീലിങ്സ് മാത്രമല്ല, ദിസ് ഇസ് ഡേറ്റ. ന്യൂറോ സയൻസ് പറയുന്നു, ഇമോഷണൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഡാമേജ് ആയ ഒരാളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ വളരെ പോറായിരിക്കും. അയാൾക്ക് ഇന്റലിജൻസ് നഷ്ടമായത് കൊണ്ടല്ല, കാരണം അവർക്ക് എന്ത് വേണം, അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, എന്ത് ഫീലിങ്സ് ആണ് തെറ്റായത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട് മാത്രമാണ്. ലോജിക് നമുക്ക് ഓപ്ഷൻസ് നൽകുന്നു, ഇമോഷൻസ് അതിന് മീനിങ് നൽകും. അതായത് ആ അച്ഛൻ്റെ ഗിൽറ്റ് അയാൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, ഇറ്റ് വാസ് ഇൻഫോർമേഷൻ. എൻ്റെ കുട്ടിക്ക് എൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അയാൾ അവളോട് സോറി പറയുന്നു ആൻഡ് കണക്ഷൻ റിട്ടേൺസ്. ദിസ് ഇസ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷനെ സപ്രസ് ചെയ്തതോ അതിനെതിരെ ബ്ലൈൻഡ്ലി റിയാക്ട് ചെയ്യുന്നതോ അല്ല, അവയർനെസ്സോട് കൂടി അതിനെ മനസ്സിലാക്കുന്നു. റിയൽ ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ലേണിംഗ് ഹൗ ടു ഫീൽ ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡ് ദം ആൻഡ് സ്റ്റിൽ ചൂസ് യുവർ ആക്ഷൻ കോൺഷ്യസ്ലി. എനർജി, ടൈം ആൻഡ് അറ്റൻഷൻ. ഇമാജിൻ ചെയ്യൂ, രാവിലെ നിനക്ക് ഒരാൾ 100 ഗോൾഡ് കോയിൻ തരുന്നു. എന്നാൽ രാത്രി വരെ യൂസ് ചെയ്യാത്ത കോയിൻസ് എന്നേക്കുമായി നഷ്ടപ്പെടും. എങ്കിൽ നീ കെയർലെസ്ലി അത് വേസ്റ്റ് ചെയ്യുമോ? ദാറ്റ്സ് എക്സാക്ട്ലി ടൈം ആൻഡ് അറ്റൻഷൻ ആണ്. എല്ലാ ദിവസവും നീ എവിടെയൊക്കെയോ അത് സ്പെൻഡ് ചെയ്യുന്നു. സ്ക്രോളിംഗ്, വെറിയിങ്, കമ്പയറിംഗ്, ഓവർ തിങ്കിങ് ഓർ ലേണിംഗ്, ബിൽഡിംഗ്, ക്രിയേറ്റിംഗ്, ഹീലിംഗ്, കണക്റ്റിംഗ്. എവിടെ നിന്റെ അറ്റൻഷൻ പോകുന്നു എന്നറിയാതെ അതിനെ മാനേജ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. വാട്ട് എവർ റിപ്പീറ്റഡ്ലി ക്യാപ്ചർ ഇവൻച്വലി ഷേപ്സ് യുവർ ബ്രെയിൻ.
നിന്റെ അറ്റൻഷൻ നെഗറ്റിവിറ്റി, കമ്പാരിസൺ, കയോസ്, ഔട്ടേജ് എന്നിവയിലാണെങ്കിൽ ബ്രെയിൻ ആ എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യും. ബട്ട് ഇഫ് യുവർ അറ്റൻഷൻ ലിവ്സ് ഇൻ ലേണിംഗ്, ക്രിയേറ്റിംഗ്, ഡീപ് വർക്ക്, മ്യൂസിക്, മീനിങ് കോൺവെർസേഷൻ, യുവർ ബ്രെയിൻ ചേഞ്ചസ് ടു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ്. ലൈഫ് എന്നത് ഒരു കാര്യം മാത്രമല്ല. മെന്റൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, ഫിസിക്കൽ ഹെൽത്ത്, ഫിനാൻസ്, ലേണിംഗ്, സ്പിരിച്വൽ സ്പേസ്, ക്രിയേറ്റിവിറ്റി എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ നിറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഇഗ്നോർ ചെയ്താൽ കമ്പനി ലോങ് ടേമിൽ സഫർ ചെയ്യും. അതുകൊണ്ടാണ് ഹെൽത്ത് ഇല്ലാതെ സക്സസ് എംപ്റ്റി ആകുന്നത്, പീസ് ഇല്ലാതെ മണി മാത്രം എന്നത് എക്സോസ്റ്റിംഗ് ആകുന്നത്, കണക്ഷൻ ഒന്നുമില്ലാതെ അച്ചീവ്മെന്റ് മാത്രം ലോൺലി ആവുന്നത്. നിന്റെ ലൈഫിലെ ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് നീ ഇപ്പോഴും മറന്നിരിക്കുന്നത്? ലീഡർഷിപ്പ് എന്നത് ഫോക്കസിങ് ഓൺ ഹൈ വാല്യൂ തിങ്കിങ്. സോ ഫൈനലി നമുക്ക് ചിലത് എലിമിനേറ്റ് ചെയ്യാം. നോട്ട് എവരി ഓപ്പർച്യൂണിറ്റി ഡിസേർവ് അറ്റൻഷൻ. Not every argument deserves response. Not every relationship deserves access. Sometimes growth is subtractive. Your assets. മിക്കവരും വർഷങ്ങളോളം ചിലവഴിച്ച് അവരുടെ ഫോം, ലുക്ക്, ലൈഫ് സ്റ്റൈൽ എല്ലാം മാറ്റും. പക്ഷേ ആസ് എ പേഴ്സൺ അവർ മാറുന്നുണ്ടോ? സെൽഫ് ഇൻക്വയറി ചെയ്യാം. അതായത് അൺകംഫർട്ടബിൾ ബട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തു? എനിക്ക് ശരിക്കും ലൈഫിൽ എന്താണ് വേണ്ടത്? ഞാൻ ഡെയിലി ഗ്രോ ചെയ്യുന്നുണ്ടോ അതോ ജസ്റ്റ് ഡിസ്ട്രാക്റ്റഡ് മാത്രമാണ്? ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാളിറ്റി ഓഫ് അവയർനെസ്. നിന്റെ ഗ്രേറ്റസ്റ്റ് അസറ്റ് എന്നത് ടെമ്പററി സാധനങ്ങളിൽ മാത്രമല്ല. നോളേജ്, സ്കിൽസ്, മൈൻഡ് സെറ്റ്, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് എബിലിറ്റി ടു ലേൺ. പൈസ നാളെയും ഇല്ലാതായേക്കാം, ഓപ്പർച്യൂണിറ്റീസ് ചേഞ്ച് ചെയ്തേക്കാം. നീ നിന്നെ മനസ്സിലാക്കുന്നതിലും വാല്യുബിൾ സ്കിൽസിലും ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ യു ക്യാരി സംതിങ് ദാറ്റ് കാൻ റീബിൽഡ് യുവർ ലൈഫ് അഗെയിൻ ആൻഡ് അഗെയിൻ. കൺട്രോൾ വേഴ്സസ് അക്സെപ്റ്റൻസ്. ചിലപ്പോൾ എക്സോസ്റ്റിംഗ് ആകുന്നത് ലൈഫ് ഹാർഡ് ആയതുകൊണ്ടാവില്ല, നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ പോലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാകാം. എങ്ങനെ മറ്റുള്ളവർ നമ്മെ കാണണം, ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, ആരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകണം, ഇനി എന്ത് നടക്കണം, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വഴി ലൈഫ് ഒരു ബാറ്റിൽ ഫീൽഡായി മാറുന്നു. സാൻഡ് കയ്യിൽ ടൈറ്റ്ലി ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എത്ര ടൈറ്റ് അത് ഹോൾഡ് ചെയ്യുന്നു അത്രയും ഫാസ്റ്റായി അത് സ്ലിപ്പാകും. ലൈഫും സെയിം ആണ്. എത്ര ഡെസ്പറേറ്റായി നീ ഓരോന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അത്രയും ആൻസൈറ്റി നീ നിന്റെ മനസ്സിലുണ്ടാക്കും. പീസ് ഉണ്ടാകുന്നത് ഒരു പവർഫുൾ ക്വസ്റ്റ്യനിൽ നിന്ന് മാത്രമാണ്. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ആൻസർ യെസ് എന്നാണെങ്കിൽ ടേക്ക് ആക്ഷൻ. Have the difficult conversation, learn the skill, change the habit, apologize, start again. But answer no എന്നാണെങ്കിൽ അത് നിന്റെ റെസ്പോൺസിബിലിറ്റിയായി ക്യാരി ചെയ്തെന്നർത്ഥം. You can't control others' feeling, timing, every outcome, every opinion about you, and that's okay. Control എന്നത് പവർ അല്ല. Real power is acceptance. And maybe healing is not controlling every part of life perfectly. Maybe healing is learning what to hold gently, what to change bravely, and what to finally let go. ഒരു ദിവസം നിന്റെ ലൈഫ് ഒരു സ്റ്റോറിയാകും. നീ ഇമാജിൻ ചെയ്ത ലൈഫ് ആവില്ല അത്. നിന്റെ ഡെയിലി ചോയ്സ് ക്രിയേറ്റ് ചെയ്ത ഒന്നാകും. ലൈഫിന്റെ CEO ആകുക എന്നത് ഓവർനൈറ്റ് കൊണ്ട് നടക്കുന്നത്. ലൈഫ് കോൺഷ്യസ്ലി ചൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതിലൂടെ. നീ ഇവിടെ വരെ സ്റ്റേ ചെയ്തു എങ്കിൽ കമന്റ് കണ്ടു. അതാരെയും ഇംപ്രസ് ചെയ്യാനല്ല, ലൈഫ് അൺകോൺഷ്യസ്ലി ജീവിക്കില്ല എന്ന പ്രോമിസ് നിനക്ക് തന്നെ നൽകാനാണ്. ലൈഫിൽ ലോസ്റ്റ് ആയ, ഓവർവെൽമഡ് ആയ അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റിൽ സ്റ്റക്ക് ആയ ആ ഫ്രണ്ടുമായി ഈ വീഡിയോ ഷെയർ ചെയ്യും. നിന്റെ ഇമോഷൻസ് നിന്റെ എനിമിയല്ല, പാസ്റ്റ് നിന്റെ ഐഡന്റിറ്റിയുമല്ല, നിന്റെ ലൈഫ് ഫിക്സ്ഡ് അല്ല. യു സ്റ്റിൽ ഹാവ് ദ എബിലിറ്റി ടു ചൂസ് യുവർ ഡയറക്ഷൻ, വൺ കോൺഷ്യസ് ഡിസിഷൻ അറ്റ് എ ടൈം.